എന്നും പൊടി സാമ്പാറല്ല ഉണ്ടാക്കുക. ഇന്ന് തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാർ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചു. പച്ചക്കറികൾ 2 ഗ്യാങ്ങായിട്ട് വെട്ടി നിരത്തി. ആദ്യത്തെ ഗ്യാങ്ങിനെ വെന്ത പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഉപ്പും പൊടികളും ചേർത്തിട്ട് അടുപ്പിൽ വെച്ച്. പിന്നെ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഉലുവയൊക്കെ ഇട്ട്, കറിവേപ്പിലല്ലേ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടായിരുന്നു. തേങ്ങ മൊരിഞ്ഞ് വന്നപ്പോഴേക്കും കുക്കറിൽ വെച്ച മറ്റേ പച്ചക്കറിയൊക്കെ വെന്തുണ്ടേന്. അതിനുശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ അതിലിട്ട്. അപ്പോഴേക്കും ചോറ് വെന്തുണ്ടേന്. അതങ്ങോട്ട് ഊറ്റി വെച്ച്. കഷ്ണങ്ങൾ വെന്ത് അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് പുളി പിഴിഞ്ഞ് വെച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ ഇത്തിരി പുളിയും കൂടെ പിഴിഞ്ഞ് വെച്ച്. ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അതിൽ സാമ്പാർ പൊടിയും കൂടെ മൂപ്പിച്ചിട്ട് കറിയിൽ വെച്ചപ്പോൾ സാമ്പാർ റെഡിയായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാമ്പാർ കായ അല്ലാണ്ട് എന്ത് സാമ്പാർ എന്ന്. കായത്തിൻ്റെ പൊടിയൊക്കെ സാമ്പാർ പൊടിയിലുണ്ടാവും. അതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തു. ഈ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും തേങ്ങ ചിരകിയതൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇട്ടുണ്ടാക്കൽ. ഇന്നലെ ഇഡ്ഡലി ആണെങ്കിൽ ഇന്ന് ദോശ, ഇന്നലെ ചപ്പാത്തി ആണെങ്കിൽ ഇന്ന് പൂരി, ഇന്നലെ പൂരി ആണെങ്കിൽ ഇന്ന് ചപ്പാത്തി. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ മെനുവിൻ്റെ ഒരു കണക്ക്. എത്ര പതുക്കിട്ടിട്ടു ഉപ്പേരിന്ന് കുറച്ചങ്ങോട്ട് താഴെപ്പോയി. എന്താണെന്ന് അറിയില്ല. ഇന്നും ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒന്ന് നിലത്ത് വീഴും. ദോശയ്ക്കും ചോറിനും കൂടെ ഉള്ള സാമ്പാർ ഒരു പാത്രത്തിലാക്കി. ഒരു പ്ലേറ്റും കൂടെ വെച്ചപ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയായി.